ദൂരേക്കൊന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ആലിൻ്റെ മരം നിൽക്കുന്നത് കണ്ടു. ഈ നദിയുടെ ഒരു കര കണ്ടു. അങ്ങനെ വേഗം അങ്ങോട്ടേക്ക് ഇങ്ങനെ നീന്തി നീന്തി പോയിട്ടോ. പോയി നോക്കിയപ്പോൾ ഈ നിറയെ ആലിലകളൊക്കെ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ആടുന്നുണ്ട്. അപ്പോൾ അതിലെ ഒരു ആലിലയിൽ ഒരു വെളിച്ചം കാണുന്നു. നോക്കിയപ്പോൾ നമ്മുടെ ഭഗവാനാ, നമ്മുടെ ഉണ്ണിക്കണ്ണൻ ചെറിയൊരു ഉണ്ണിയായിട്ട് ആലിലയിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ. ഒരു കാലിങ്ങനെ വെച്ചിട്ടുണ്ട് ഇലയിൽ, മറ്റേ കാല് വലത്തെ കാല് ഇങ്ങനെ ഉയർത്തിയിട്ട് 2 കൈ കൊണ്ടും ആ കാലിങ്ങനെ മുറുകെ പിടിച്ചിട്ട് ഇങ്ങനെ ചുണ്ടോടെ ഇങ്ങനെ അടുപ്പിച്ച് കിടക്കുക. അതായത് തനിക്കും ആശ്രയം തൻ്റെ കാലുകൾ തന്നെയാണ്, ഭഗവാനും ഭഗവാന്റെ പാദങ്ങൾ തന്നെയാണ് ആശ്രയം എന്നുള്ള രീതിയിൽ മാർക്കണ്ഡേയന് കാണിച്ചു കൊടുക്കുക. ഹാവു, ഭഗവാനെ കണ്ടല്ലോ, ഒരു കാലല്ലേ ഭഗവാൻ പിടിച്ചിട്ടുള്ളൂ, മറ്റേ കാലിൽ തനിക്ക് ആശ്രയിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ആ കാല് പിടിക്കാനായിട്ട് മാർക്കണ്ഡേയൻ അങ്ങോട്ട് ഉയർന്നു വന്നതോട് കൂടിയിട്ട് ഈ ഉണ്ണി ശ്വാസം അകത്തേക്ക് അങ്ങോട്ട് വലിച്ചു. അപ്പം എന്തായി, മൂക്കിനുള്ളിലൂടെ മാർക്കണ്ഡേയൻ ഉള്ളിലേക്ക് പോയി. ഉള്ളിലേക്ക് പോയപ്പോൾ പിന്നെ എന്താ കാണുന്ന കാഴ്ച, 14 ലോകങ്ങളും അവിടെ കാണുന്നേ. അവിടെ ആളുകളുണ്ട്, സാധാരണ പോലെ ജീവിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു, അതിനുള്ളിൽ അവർ വിവാഹം കഴിക്കുന്നു, കുട്ടികളുണ്ടാകുന്നു. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഭഗവാന്റെ ഉള്ളിലെ മാർക്കണ്ഡേയൻ കാണുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ ആ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വന്നു, പിന്നെയും വെള്ളത്തിലേക്ക് വീണു. അങ്ങനെ പിന്നെയും ഭഗവാന്റെ കാല് പിടിക്കാനായിട്ട് ശ്രമിക്കണു. ഭഗവാനാണെങ്കിലും നല്ല സുന്ദരനായിട്ടോ കിടക്കുന്നത്, ചെറിയൊരു ഉണ്ണിയാണല്ലോ, നല്ല ഭംഗിയില് പീലി തിരുമുടിയൊക്കെ ഉണ്ട്, നെറ്റിയില് ഗോപിക്കുറിയൊക്കെ ഉണ്ട്, കഴുത്തിൽ മാലകൾ, മുത്തുമാലകൾ, പവിഴമാലകൾ ഒക്കെ അണിഞ്ഞിട്ട്, കൈവളകളൊക്കെ അണിഞ്ഞിട്ട്, കിങ്ങിണിയും പട്ടുകോണകൊക്കെ ചുറ്റിയിട്ട് നല്ല ഭംഗിയുള്ള പാദസരങ്ങളൊക്കെ കാലിൽ അണിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും സുന്ദരനായിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്രകാശമായിട്ടാണ് ഭഗവാൻ കിടക്കുന്നത്. അപ്പൊ പിന്നെയും പിന്നെയും അങ്ങോട്ട് ആകർഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എന്ത് ചെയ്തു, മാർക്കണ്ഡേയൻ ഒന്നും കൂടെ കാല് പിടിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഇതാ പിന്നെയും മൂക്കിനുള്ളിൽ കൂടെ അകത്തേക്ക് കയറി. നോക്കിയപ്പോൾ ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുക. അവിടെ പിന്നെയും ആളുകളുണ്ട്, അവിടെ ജനിക്കുന്നുണ്ട്, അവിടെ മരിക്കുന്നുണ്ട്, ഇതേ കാര്യങ്ങൾ പിന്നെയും ആവർത്തിച്ചു കൊണ്ടിരിക്കുക. ഒരു 6-7 തവണ ഇതേപോലെ ഭഗവാന്റെ ഉള്ളിലേക്ക് മാർക്കണ്ഡേയൻ കയറി. അങ്ങനെ അവസാനത്തെ തവണ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വേഗം തന്നെ ഭഗവാന്റെ ആ കാലങ്ങട പിടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ കണ്ണുറന്ന് നോക്കിയപ്പോൾ എവിടെ മഴ, എവിടെ വെള്ളം, ഒന്നുമില്ല, ഒന്നും കാണാനില്ല. താൻ ഇതാ തപസ് ചെയ്തിരുന്ന സ്ഥലത്ത് അതേപോലെ ഇരിക്കുന്നു, ചുറ്റിലും പഴയതുപോലെ തന്നെയാണ്, വേറെ ഒന്നും ഒരു വ്യത്യാസവും കാണാനില്ല. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ ഉണ്ടായെന്ന് നോക്കുക. അങ്ങനെ നരനാരായണ മഹർഷിമാർ നടന്നിട്ട് കുറച്ച് ദൂരം ഇങ്ങടെ ആയിട്ടേ ഉള്ളൂ. അവരൊന്ന് തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട്. അപ്പോൾ മനസ്സിലായി മാർക്കണ്ഡേയന് ഇതാണ് മായ എന്ന്.